മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. അതിലൊരു മാറ്റവും ഇല്ലാതിലൊരു നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് നമുക്കറിയാം, ഇത് പറഞ്ഞപ്പോൾ UDF ശക്തമായി പ്രതികരിച്ചിരുന്നു, അല്ലെങ്കിൽ VD സതീശൻ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു നിലപാടെടുത്തിരുന്നു എന്നൊക്കെ പറയാം. അന്ന് LDF ഒരു മൃദു സമീപനം ഉണ്ടായി, അതുകൊണ്ട് LDF തോറ്റു എന്നൊരു നരേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് വീണ്ടും വെള്ളാപ്പള്ളി രംഗത്ത് വരുന്നത്. ലീഗിനെതിരെ വീണ്ടും ശക്തമായ വിമർശനത്തിലേക്കാണ് ഞാൻ ഇത് കാണുന്നത്. ഇതിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പം ഈ ലീഗ് വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും മന്ത്രിമാരുടെയും ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചെന്നിത്തലയും ബിന്ദു കൃഷ്ണയും മോൻസ് ജോസഫ് പോലുള്ള നേതാക്കളെല്ലാം വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ലീഗിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി വരുമ്പം അതിനെ എങ്ങനെ പ്രതിരോധിക്കാനേക്കും ഈ കോൺഗ്രസിനും അല്ലെങ്കിൽ UDF സംവിധാനത്തിനും കഴിയുക? UDFിൽ ഇതിൽ വളരെ പണ്ട് തന്നെ നടക്കുന്ന ഒരു ചർച്ചയാണ് സത്യത്തിൽ. ഇത് ഒരു പുതിയ ചർച്ചയൊന്നുമല്ല. പണ്ട് മുതൽക്ക് തന്നെ മുസ്ലിം ലീഗിന് കൂടുതൽ പദവികൾ കൊടുത്താൽ, കൂടുതൽ അധികാരങ്ങൾ കിട്ടിയാൽ അത് വർഗീയത വളരാൻ കാരണമാവുന്ന കോൺഗ്രസ് അധ്യക്ഷന്മാർ തന്നെ പറഞ്ഞ ചരിത്രമുണ്ട്. അത് ഇപ്പോൾ പുതുതായിട്ടുള്ളൊരു സംഗതിയല്ല. അപ്പോൾ അവർക്ക് തന്നെ അറിയാം, UDFിനകത്ത് തന്നെ അറിയാം ഇതിനകത്തൊരു വർഗീയതയുടെ എലമെന്റ് എവിടെയോ കിടക്കുന്നുണ്ട്. അത് വളർത്താതിരിക്കുക, അതിനെ ഒരു സമതുലിതമായ അവസ്ഥയിൽ കൊണ്ടുപോവുക. NSS ആണെങ്കിലും SNDP ആണെങ്കിലും ഇവരാണെങ്കിലും ക്രിസ്ത്യൻ സംഘടനകളാണെങ്കിലും എല്ലാം ഒരു സമതുലിതമായ അവസ്ഥയിൽ കൊണ്ടുപോവുക. ആ സന്തുലിതത്വം നിലനിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ UDFിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കളിയുടെ ബേസ്. അപ്പോൾ ഇത് പണ്ട് മുതൽക്കേ ഉള്ളതാണ്, ഇപ്പോഴും അത് തുടരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ വരുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയുടെ ഒരു അടിത്തറ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇത് മുസ്ലിം ലീഗ് ആണെങ്കിലും അതുപോലുള്ള സഭകളാണെങ്കിലും ഒക്കെ നിലനിൽക്കുന്നത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കാണുന്ന ഒരു ഉന്നം എന്താണെന്ന് വെച്ചാൽ, CPMനകത്ത് അതിൻ്റെ ഒരു അടിത്തറ വോട്ട് ബാങ്ക് എന്ന് പറയാവുന്നത് ഈഴവ വോട്ടുകളാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ ഹിന്ദു വിരുദ്ധതയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടാനുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഇതിനെ ഉപയോഗിക്കുന്നത്. കാരണം ഇതിനകത്തുള്ള ഈഴവർക്കെതിരായിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഈ നരേഷനെ കൊണ്ടുവരിക. ഇതാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഈഴവരെ പ്രകോപിപ്പിക്കുക. അപ്പുറത്ത് പറഞ്ഞ പോലെ ലീഗിന് കുറച്ച് ആനുകൂല്യം ലഭിച്ചാൽ ഒരു വർഗീയതയിലേക്ക് മാറുന്നുള്ള ഒരു സംഗതി, അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക, ഹിന്ദുത്വവൽക്കരണത്തിനുള്ളൊരു സ്പേസ് നിർമ്മിച്ചെടുക്കുക. അതാണ് വെള്ളാപ്പള്ളിയുടെ മകൻ്റെ ഉദ്ദേശം, അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം അതാണ്. പക്ഷെ ഇതിൽ വെള്ളാപ്പള്ളി ഇത് പറയുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടത്തുന്ന ഒരു ന്യൂനീകരണമാണ്. സത്യത്തിൽ ഇതിനകത്ത് വഹാബിസം, സലഫിസം ഒക്കെ സ്വാധീനം വളരെ ശക്തമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ്. ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വേറിട്ട് നടക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ഇതിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന സലഫിസത്തോടുള്ള കടുത്ത വിയോജിപ്പാണ്. ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. അപ്പോൾ ഇതിനെ ആണ് യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഇതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗിനകത്ത് വളർന്നു വരുന്ന വഹാബി ലൈനിന് ടാർഗറ്റ് ചെയ്യേണ്ടതിന് പകരം വെള്ളാപ്പള്ളി ചെയ്യുന്നത് നേരിട്ട് മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്യും, മുസ്ലിം ലീഗിനകത്ത് സാധാരണ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യണം. സാധാരണ മുസ്ലിങ്ങൾ ശരിയാണ്, അവർ മതജീവിതമുള്ളവരാണ്, മതപരമായിട്ടുള്ള കാർക്കശ്യം അവർക്കുണ്ടായിരിക്കും, പക്ഷെ അവർ വർഗീയവാദികളൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് വളർന്നു വരുന്ന രാഷ്ട്രീയ ഇസ്ലാമിനെയാണ് CPM എപ്പോഴും അറ്റാക്ക് ചെയ്യാറില്ല. മുസ്ലിം ലീഗിനകത്ത് വളർന്നു വരുന്ന രാഷ്ട്രീയ ഇസ്ലാമിനെയാണ് നേരിടാൻ CPM ശ്രമിക്കുന്നത്. അതേസമയം വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിനകത്ത് സാധാരണ മുസ്ലിങ്ങളെ വർഗീയവാദികളെന്ന് വിളിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ആ പ്രകോപനത്തിലൂടെ ഇപ്പുറത്ത് CPMനകത്ത് അല്ലെങ്കിൽ ഇടതു പാർട്ടിക്കകത്തുള്ള സാധാരണ ഹിന്ദുക്കളെയും പ്രകോപിപ്പിക്കുക, ഇവർ തമ്മിലടുപ്പിക്കുക. ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ മലയാളികൾ ഇത് വലിയ തോതിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അല്ല, അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കണ്ട പ്രശ്നം, അത് ഇപ്പം പറഞ്ഞാൽ തന്നെ CPMനും അറിയാം, പിന്നെ ലീഗിനും അറിയാം, കോൺഗ്രസിനും അറിയാം. പക്ഷേ അത് നേരിട്ട് തുറന്ന് പറയാൻ ഇവരെല്ലാം മടിക്കുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നം എപ്പോഴും കാണുന്നുണ്ട്. നേരത്തെ ഇപ്പം നമ്മൾ പറയുമ്പോൾ CPM തന്നെ ഇപ്പം P ജയരാജനും P രാജീവും എല്ലാവരും പറയുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ ഇത് ഈ നയത്തെ തുറന്നു തീർക്കാത്ത പ്രശ്നമായത്. പക്ഷെ അവരന്ന് അതിന് തയ്യാറാവുന്നില്ല. പണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. ഇയാൾ മറ്റേ നൗഷാദിൻ്റെയൊക്കെ വിഷയം വന്നപ്പോൾ വർഗീയത പറയുന്നത് തന്നെ, വർഗീയവാദി തന്നെ പച്ചക്ക വിളിക്കുന്നത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹം മയപ്പെടുത്തി.
അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഈ കണ്ടെന്ന റിസൾട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് CPM ഒന്നും അങ്ങനെ പ്രതിരോധിച്ചില്ല. നേരെ കുറച്ച് പിന്നെ സദസ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലീഗിൽ പിന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ 5ാം മന്ത്രിസ്ഥാനം ഇപ്പോഴല്ല, പണ്ടെനിക്കൊന്ന് ആന്റണി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒരു വാദം അങ്ങനെ എന്തോ വന്ന സമയത്ത് തന്നെ അന്ന് കൊടുക്കേണ്ടതായിരുന്നു, ഒന്ന് ചർച്ചയ്ക്ക് വരാൻ പാടില്ലായിരുന്നു. അതാണ് 2ാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്തേക്ക് ഈ പ്രശ്നം വന്നതൊക്കെ ഈ സതീശൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ലീഗിന് ഫേവറസുമായിട്ട് സംസാരിക്കുന്ന നേതാവായിട്ട് സതീശൻ മാറിയിട്ടുണ്ട്. അതാണ് ഈ പിന്നെ കേരളത്തിൽ ഈ പറഞ്ഞ വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോഴും, അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ച് അവിടെ ഇരിക്കാൻ വേണ്ടി ഒന്ന് എഴുതിട്ട് ഡ്രസ്സ് നേരെയാക്കുമ്പോഴേക്ക് സതീശനെ കയറ്റി നിർത്താനുള്ള ലീഗിന്റെ ഒരു തന്ത്രപ്പാട് വന്നത് ആ ഒരു കൂറാണ്. അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഘട്ടത്തിൽ സതീശന്റെ നിലപാട് നിർണായകമാണെന്ന് നമ്മൾ പറയുമ്പോഴും സതീശനിൽ ഒരു ഇരട്ടത്താപ്പാടിക്കാൻ നിങ്ങൾക്ക് സംശയം തോന്നുന്നു. കാരണം ബിന്ദു കൃഷ്ണയും ചെന്നിത്തലയും ഇവർ മന്ത്രിമാരും, മോൻസ് ജോസഫ് കഴിഞ്ഞ ദിവസമാണ് കാണാൻ പോയത്, ഇവരെല്ലാം പോകുന്നു, തുഷാർ വെള്ളാപ്പള്ളി ഇവരെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഒരു അന്തർധാര അവിടെ സജീവമായി നിൽക്കുന്നുണ്ട്. അതായത് വെള്ളാപ്പള്ളിനെ വെറുപ്പിക്കാൻ, അല്ലെങ്കിൽ പിന്നെ വെറുപ്പിക്കാൻ നോക്കാതിരിക്കാൻ സതീശൻ പൊതുവെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഇയാൾ ഇത് കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീഗും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള നേരിട്ടൊരു വർഷം. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് ഞാൻ മുസ്ലിങ്ങൾക്കെതിരെയല്ല, മുസ്ലിം ലീഗിനെതിരാണെന്നാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തന്നെ എന്തിനാണോ അറ്റാക്ക് ചെയ്യുന്നത് നോക്കാതെ ഒരു കാടടച്ച് വെടിവെക്കുന്ന ഇതിലേക്ക് പോകുമ്പം ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക്, സാമുദായിക പ്രശ്നത്തിലേക്ക് പോകും. അതിനെ പ്രതിരോധിക്കാൻ CPM-ഉം കോൺഗ്രസും ഇപ്പോഴും തയ്യാറായില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും സമൂഹം കൊണ്ടുപോകുന്നത്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഈ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾക്ക് ഇതിലുള്ള ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം നമ്മൾ സംശയിക്കണം. ഇതിന് എനിക്ക് തോന്നുന്നത് ജയരാജൻ്റെ സംസാരങ്ങൾ വളരെ ആശയവ്യക്തത കാണാറുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രത്യേകമായിട്ട് അഡ്രസ്സ് ചെയ്യും, അതുവഴി മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റാൻഡാണ്. പക്ഷെ ആ കൃത്യത പലപ്പോഴും വലിയ സൈദ്ധാന്തികത പറയുന്ന എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ പിണറായിക്കോ ഇല്ല. അവർ നേരെ മുസ്ലിം ലീഗ് എന്ന വാക്ക് മാത്രം സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്നതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളെ നേരിട്ട് മുസ്ലിം ലീഗിനേക്ക് മാറ്റുകയും മുസ്ലിം ലീഗ് അതിനെ ഫലപ്രദമായി ചെറുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സംഘാവ് എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ അവർ രൂപീകരിച്ചു. അതായത് സഖാക്കള് സംഘികളാണ് എന്ന തരത്തിലുള്ള ഒരു ഇത്. അതിന് വളരെ ശക്തമായ പിന്തുണ കൊടുത്തത് മുസ്ലിം ലീഗും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു അജണ്ട സഖാക്കളെല്ലാം സംഘികളാണ് എന്ന ഈ അജണ്ടയും വെള്ളാപ്പള്ളിയുടെ ഈ നരേഷനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇവര് രണ്ടുപേരും രണ്ട് കൂട്ടരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യത്തിനാണ്. അപ്പോൾ ഇത് വലിയ അപകടമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കണ്ട ഒരു സംഗതി ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ PV അൻവർ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാവുന്നു എന്നുള്ള ആരോപണമായിട്ട് വന്നു. അതുപോലെ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ സ്വർണ്ണക്കടത്ത് പിടിക്കുന്നു, മനഃപൂർവ്വം അവിടെ നിന്ന് പിടിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ നരേഷൻസ് അയാൾ കൊണ്ടുവന്നപ്പോൾ അതിന് വലിയ പിന്തുണ കൊടുത്താണ് ഇവരും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വിഭാഗങ്ങൾ. അപ്പോൾ ഇതിൽ ഉണ്ടായ ഈ നരേഷനിലുണ്ടായ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യകളാണ്. സ്വാഭാവികമായിട്ട് അവിടെ കേസുകളുടെ എണ്ണം കൂടും. അതെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം. ഈ പ്രശ്നത്തിനെ യഥാർത്ഥത്തിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നേരിട്ടില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞില്ല. കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇന്നതാണ് കാരണം. പക്ഷെ ഇതിനിടയിൽ തന്നെ പ്രചാരണം ശക്തമായി. മുസ്ലിങ്ങൾക്കിടയിൽ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ്, ഇൻസെക്യൂരിറ്റി വരുത്തി. അപ്പോൾ ഈ തരത്തിൽ ഉള്ള നരേഷൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മുഴുവൻ വലിയ വർഗീയ ചിന്ത ഇതിനെതിരെ വന്നിരിക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു എന്ന നരേഷൻ വളർത്തുന്നത് ഈ വഹാബി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി ലൈനിലുള്ള ആളുകളാണ്. ഈ ലൈനിന് മുസ്ലിം ലീഗിനകത്ത് വലിയ പ്രാമാണ്യം, പണ്ടൊന്നും ലഭിച്ചിട്ടില്ലാത്ത വലിയ പ്രാമാണ്യം ലഭിക്കുന്നു. മുസ്ലിം ലീഗിനെ ഏതാണ്ട് നയിക്കുന്നത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വെള്ളാപ്പള്ളി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിന് വളർട്ട് കൊടുക്കുകയും ഇവർ രണ്ട് കൂട്ടരുടെ ലക്ഷ്യം ഒന്നാണ്. ഈ രണ്ട് വിഭാഗങ്ങളിലെയും സാധാരണ മനുഷ്യരെ തമ്മിൽ വിഘടിപ്പിക്കുക, അവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ സ്വാഭാവികമായിട്ട് അത് ഹിന്ദുത്വ ലൈനിൽ ഗുണകരമായി തീരും. അപ്പോൾ ഇതിലിപ്പം പറഞ്ഞാൽ തന്നെ രണ്ട് കൂട്ടരും ഒരുപോലെയാണ് ശ്രമിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ സമൂഹ അന്തരീക്ഷത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു വിപത്തിലേക്കായിരിക്കും, രാഷ്ട്രീയ വിപത്തിലേക്കായിരിക്കും കൊണ്ട് എത്തിച്ചിരിക്കുന്ന സംശയമില്ല. ഈ പറഞ്ഞ പോലെ ഇവരിപ്പം ഒരു പ്രീണനവും രണ്ടും ഒരുമിച്ച് നടക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്.
ഈ നേതാക്കളിലൂടെ പോകുന്നു, സംസാരിക്കുന്നു, അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, വെള്ളാപ്പള്ളിയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി ഇപ്പോഴും പറഞ്ഞ് ലീഗ് ഭരണത്തിലേക്ക് വരുമ്പോൾ ലീഗാണ് ഭരിക്കാൻ വേണ്ടി പോകുന്നത്, അത് മുസ്ലിം എന്നൊരു സമുദായത്തെ മൊത്തത്തിൽ പറയുന്നതിൽ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഇപ്പം തയ്യാറാവണം. നേരത്തെ പറഞ്ഞിട്ടല്ല, കൃത്യമായിട്ട് നിലപാട് പറയാൻ വേണ്ടി വെള്ളാപ്പള്ളി സംസാരിക്കേണ്ട കാര്യമല്ല എന്ന് പറയാൻ തയ്യാറാവണം. LDF ഇപ്പോൾ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ഈ എന്താണ് തിരിച്ചടിയായി എന്നുള്ളത്. അതിൽ നിന്നുകൊണ്ട് ആ കണ്ണിലുകൊണ്ട് തന്നെ സ്റ്റാൻഡ് എടുത്ത് സംസാരിക്കാൻ പറ്റിയാൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കറിയാം, ഒരു സമുദായ സംഘടനകളെ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വരുന്നത് നിലവിൽ കേരള സമൂഹത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ ഭാവിയിൽ അത് വലിയൊരു ഇതിലേക്ക് പോകാതിരിക്കാൻ വേണമെങ്കിൽ രണ്ട് കൂട്ടരും ഈ രാഷ്ട്രീയം വോട്ട് ഈ രണ്ടും മാറ്റി നിർത്തിയിട്ട്, വോട്ടിനുള്ള ചിന്ത മാറ്റി നിർത്തിയിട്ട് രാഷ്ട്രീയം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മുൻനിർത്തി സംസാരിക്കാൻ തയ്യാറായാൽ, ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാവരും തയ്യാറായാൽ ഒരുപക്ഷെ ഇതിന് മറികടക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ പൊതുവെ പറഞ്ഞു പോകുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളെ ഇത് ഇപ്പം പറഞ്ഞ പോലെ മലപ്പുറത്തിനെ പറയുമ്പം അത് മലപ്പുറം എന്നാൽ മുസ്ലിങ്ങളെ എന്നൊരു മുസ്ലിം ലീഗിനെ എന്നാൽ മുസ്ലിം എന്നൊരുണ്ട്. അത് ചില നേതാക്കളും പറയുമ്പോൾ മുസ്ലിം ഇപ്പം ഇന്ന് വെള്ളാപ്പള്ളി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിനെയാണ് പറയുന്നത്, മുസ്ലിമിനല്ലാന്ന്. പക്ഷെ അത് പറയുമ്പം അത് എത്രത്തോളം എത്തുന്നുണ്ടെന്നുള്ള ഒരു സംശയം അവിടെ വല്ലാണ്ട് കിടക്കുന്നുണ്ട്. ഇവർ പറയുന്നില്ല മുസ്ലിം എന്നതിനെ ഒരു വാക്കിലേക്ക് ഒതുക്കാനും ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമാണെന്ന് പറയാനും ഒരു ഇൻസെക്യൂരിറ്റി ബോധം വരുത്താൻ പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വേണം. അവർക്ക് തന്നെ ഇടയിൽ തോന്നുന്നു നമ്മളോട് സുരക്ഷിതമല്ലാന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് ഈ പറഞ്ഞ നേതാക്കൾ ഈ രണ്ട് പാർട്ടിയുടെ നമ്മൾ പറഞ്ഞ VD സതീശനും പിണറായിനും എടുക്കാം, ഇവർ രണ്ടും ഒരു പ്രസ്താവന വന്നാൽ രണ്ടുപേരും നേരെ നിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റിയാൽ അവിടെ തീരെ വിഷയം. ഒരാഴ്ച എന്നിട്ട് ഇന്നിപ്പം പറഞ്ഞ പ്രസ്താവനയ്ക്ക് ഈ രണ്ട് നേതാക്കളും ഒരേപോലെ തന്നെ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് തന്നെ ആയിക്കോട്ടെ, ഒരാഴ്ച ഇദ്ദേഹത്തിന് പറയുന്ന മറുപടിക്ക് അതേ സമയത്ത് അന്ന് തന്നെ ഇന്ന് രാവിലെ പറഞ്ഞ ഒരു പ്രസ്താവനക്ക് അന്ന് വൈകിട്ടാണ് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഈ പ്രസ്താവനയെല്ലാം മുനിയൊടിയുകയും ചെയ്യും. ഇത്തരം പ്രസ്താവനയായിട്ട് ഇവർ വീണ്ടും തലവെക്കാൻ ശ്രമിക്കുകയില്ല. പക്ഷേ ഇതിനോട് പറഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞാൽ തന്നെ മലപ്പുറത്തെ കേസിനും പറയുമ്പോൾ തന്നെ പിണറായി പ്രതിരോധിക്കാൻ ടൈം എടുത്ത് പറഞ്ഞു. ഈ പറഞ്ഞ പ്രചരണം നടന്നു, പ്രചരണം എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു എത്തുന്ന തോതിന് വ്യത്യാസമുണ്ട്, അത് എത്തുന്ന ഒരു വ്യാപ്തിയും കുറഞ്ഞിട്ടുണ്ട്. മറ്റേത് ഉണ്ടാക്കുന്ന ഒരു ആഘാതം അതിന് മായ്ക്കാൻ അല്ലെങ്കിൽ ആ മുറിവ് ഉണക്കാൻ വേണ്ടി ഇവർക്ക് പറ്റില്ല. അപ്പം അത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി LDFനും UDFനും കഴിയേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് ഭരിക്കാൻ ഈ അധികാര സ്ഥാനത്തിൽ എത്തുമ്പോൾ 5 മന്ത്രിമാർ വന്നാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ മന്ത്രിമാർ കൊടുത്തിട്ടുണ്ട് അത് ഭരിക്കുന്നുണ്ട്, അവിടെ എന്താണ് പ്രശ്നം? ഇപ്പം അദ്ദേഹം പറഞ്ഞ പേഴ്സണൽ സ്റ്റാഫിൽ അംഗങ്ങൾ വരുന്നത് ലീഗിന്റെ പ്രവർത്തനം മൊത്തം ആ ഒരു വിഭാഗത്തിനാകുമ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അവരെ വരുമോ, അല്ലാതെ മറ്റു പാർട്ടിക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ആ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്. ഈ പറഞ്ഞ പ്രവർത്തകരുടെ പ്രശ്നമുണ്ട്. അതിലിപ്പം നമുക്കറിയാം 1-2 പേരല്ലാതെ ലീഗിന്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ മറ്റു പദങ്ങൾ വരുന്ന കുറവാണ്. മലപ്പുറത്ത് ഉൾപ്പെടെ ജില്ല നമുക്കറിയാം അവർ പ്രധാന സ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് ഒരു ഗതികേട് എന്ന് പറയേണ്ട അവസ്ഥയാണ്. നമ്മൾ മതേതരമാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അത് ആ നേതൃത്വത്തിനൊപ്പം ഇപ്പം ലീഗിന്റെ കേസിന് ഇപ്പം പറഞ്ഞാൽ ഇന്നലെ മോൻസ് ജോസഫാണ് വെള്ളാപ്പള്ളിയെ കാണാൻ വേണ്ടി പോയത്. അതിൽ തെറ്റൊന്നുമില്ല, ഒരു സമുദായ സംഘടന അധ്യക്ഷൻ കാണാൻ വേണ്ടി തെറ്റൊന്നുമില്ല. അത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പം അതിനെ ആദ്യം എതിർക്കാനും ഇവർ തയ്യാറാവണം. ഇപ്പോഴീ ഒരു സംഭവം ഉണ്ടാകും, മോൻസ് ജോസഫാണ് ആദ്യം പറയേണ്ടത്. ഈ വെള്ളാപ്പള്ളിയുടെ ബന്ധത്തെ മുൻനിർത്തി തന്നെ ഇവർ സംസാരിക്കാൻ തയ്യാറായാൽ ആ പ്രശ്നം തരും. ഇപ്പം ലീഗിനെതിരെ വരുന്ന അറ്റാക്കിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കേണ്ടത് UDFിലെ ഘടകകക്ഷികളും കോൺഗ്രസുമാണ്. അതിനവർ തയ്യാറാവണം. അവിടെ ഒരു വെള്ളാപ്പള്ളി ചൊടിക്കുമോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് പിണക്കിയ പ്രശ്നമാകുമെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അവിടെ ആ മുതലെടുപ്പിന് ഈ സമയത്ത് മുതലെടുപ്പിന് നിൽക്കാതെ CPM LDFിലെ കക്ഷികളും അതിന് ചെറുക്കാൻ തയ്യാറാവാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.